ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ മലബാർക്കാരുടെ സ്പെഷ്യൽ ഐറ്റമായ ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ ഉന്നക്കായ വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയത് നേന്ത്രപ്പഴം, അതും മീഡിയം പഴുപ്പുള്ള പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയത് കിസ്മിസും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പുമാണ്. അപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല, എത്ര നമുക്ക് കൂടുതലാവുന്നു അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് ചിരകിയ തേങ്ങ കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ആവിയിൽ ഇതുപോലെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് പഴം പുഴുങ്ങിയെടുക്കാം. അപ്പോൾ പഴം പുഴുങ്ങണ സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം നല്ലോണം പഴുത്തതായിരിക്കരുത്, കുറച്ച് പഴുത്താൽ മാത്രം മതി. അതുപോലെ ഒരുപാടിട്ട് വേവിക്കരുത്. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ തീ ഓഫാക്കിയിട്ട് ആവി കളയണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു ഫ്രൈങ് പാൻ എടുക്കുക. അതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂണ് പശു നെയ്യ്. ഇപ്പോൾ പശു നെയ്യ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. പക്ഷേ പശു നെയ്യിൽ ചെയ്യുമ്പോഴാട്ടോ ഒരു കുറച്ച് ടേസ്റ്റ് കൂടുക. അപ്പോൾ അതിലോട്ട് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ടൊന്ന് മാറ്റിയിട്ട് ആ സെയിം നെയ്യിൽ തന്നെ നമുക്ക് ബാക്കി ചിരകിയ തേങ്ങ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തേങ്ങ ഞാനിവിടെ ഏകദേശം ഒരു തേങ്ങ മുറി ഫുൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട്. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ മീഡിയത്തിൽ വേണം കേട്ടോ ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിതിലോട്ടൊരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടിയും ആഡ് ചെയ്യാം. പഞ്ചസാര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണ് ശർക്കര പാനീയം ഒഴിക്കാം. അപ്പോൾ ശർക്കര എങ്ങനെ ഉണ്ടാക്കുക, ശർക്കര ഒന്ന് ഒരുക്കിയിട്ട് നമുക്ക് ആ പാനീയം ഇതിൽ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലാത്തവരെ. എന്നിട്ട് ഒരു ഇത്തിരിയും കൂടി ഉപ്പിടണേ, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി ആ വീഡിയോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച പഴമല്ലേ, അത് നമുക്ക് നന്നായി ഒന്ന് മാഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലൊരു 3-4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴം ഒന്ന് സ്റ്റിഫായിട്ട് വരും കേട്ടോ. ഇങ്ങനെ പഴം ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ടിയ ആവശ്യമില്ല. എന്നിട്ട് ഇതിൽ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് സ്റ്റഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാവേ. ഇനി നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ നല്ലോണം എണ്ണ തടവിയിട്ട് വേണം ഈ ഉന്നക്കായ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതെന്താ പറയുക, നന്നായിട്ട് ഒട്ടാണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-20 ഉന്നക്കായ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രൈങ് പാനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരുപാട് ഹൈയിൽ വെക്കരുത്, പെട്ടെന്ന് നമ്മളെ ഉന്നക്കായ കരിയും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഉന്നക്കായ ഒന്ന് മുങ്ങണ രീതിയിൽ വേണം കേട്ടോ. അത്രയും നമുക്ക് എണ്ണ വേണം നമുക്ക്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ ഏകദേശം ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഗോൾഡൻ ബ്രൗൺ കളറ് വരണ വരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാവേ. നമുക്ക് ഉന്നക്കായ അതേപോലെ സ്റ്റോർ ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്കൊരു നല്ലൊരു ഡ്രൈ ആയ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തിട്ട് ഫ്രീസറിൽ നമുക്കൊരു ആഴ്ചത്തോളം ഫ്രീസറിലോട്ട് വെക്കാം. ഒരു പ്രശ്നവുമില്ല, കേടാവാനല്ല. എന്നിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ഉന്നക്കായൊക്കെ കാണാൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ എണ്ണ പിടിച്ചിട്ടില്ല. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടി തരാം. അപ്പോൾ ബൈ.